على آله وأصحابه الفائزين برضا الله. بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. من أحب سنتي فقد أحبني ومن أحبني كان معي في الجنة. قال رسول الله يا خير من دفنت بالقاء أعمره وطاب من طيبهن القار واللكم. نفسي بنار لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. أنت الشفيع الذي ترجى شفاعته على الصراط إذا ما زلت القدم. يا صاحبك فلا أنساهما أبدا مني السلام عليكم ما جرى القلم. أمة سيدنا محمد സമാദരണീയനായ അധ്യക്ഷവേദിയിലിരിക്കുന്ന ബഹുമാനമുള്ള അഭിവന്യ ഉസ്താദ് ടി കെ മുഹമ്മദ് മുസ്ലിയാർ, എൻ്റെ അഭിവന്യ സുഹൃത്തും യുവ പണ്ഡിതനും അൽ-ഇർഷാദ് ഹജ്ജ് ഗ്രൂപ്പിൻ്റെ ദീർഘകാലത്തെ അഭിമുഖമായ ബഹുമാനപ്പെട്ട ആനക്കര CM ബഷീർ ഫൈസി, ബഹുമാനപ്പെട്ട കാഞ്ഞാർ ഉസ്താദ് ഇബ്രാഹിം മുസ്ലിയാർ, ഞങ്ങളുടെ സഹപ്രവർത്തകരെ പോലെ ഞങ്ങളുടെ ജ്യേഷ്ഠന്മാരെ പോലെ ഞങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട സിൽട്ടു സഹോദരന്മാർ, ബഹുമാനപ്പെട്ട കുഞ്ഞിക്കുട്ടി ഫൈസി, അൽ-ഇർഷാദ് ഹജ്ജ് ഗ്രൂപ്പിൽ സേവനം ചെയ്യുന്ന എൻ്റെ ബഹുമാനപ്പെട്ട സഹപ്രവർത്തകരെ, ഹാജിമാരെ, ഹജ്ജുമ്മമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം ദുനിയാവിലും നാളെ ആഖിറത്തിലും അല്ലാഹു പൊരുത്തപ്പെടുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ അമലുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹലോകത്തും പരലോകത്തും തൃപ്തിപ്പെടുന്ന അമലുകളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇന്ന് നമ്മുടെ ഈ വർഷത്തെ ഇവിടെയുള്ള ഹജ്ജ് ക്ലാസിന്റെ സമാപനം. ഇനി ഇൻഷാ അല്ലാഹ് ഉടനീളം അല്ലാഹുവോടുകൂടി ഇവിടുന്ന് നിങ്ങൾ പോയാൽ എന്ന് ഞങ്ങൾ വളരെ അപൂർവമായിട്ട് പറയാറുള്ളൂ. നമ്മൾ പോയാലെന്നാ പറയാറ്. ഇപ്രാവശ്യം ഞാനില്ലാത്തത് കൊണ്ട് നിങ്ങൾ പോയാൽ ഇത് നേരത്തെ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. ഇല്ലാതിരുന്നാലുള്ള വിഷമം എത്രയാണെന്ന് നിങ്ങൾ പോയാലേ യഥാർത്ഥത്തിൽ അത് അനുഭവപ്പെടുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥ ഒരിക്കലും ഉസ്താദ് പറയാണ്ടായി. വർഷങ്ങൾക്ക് മുമ്പ് ഹജ്ജിന് വരാത്ത ഒരു കാര്യം ആലോചിക്കാനേ വയ്യ. അന്ന് മൂപ്പര് പറഞ്ഞ് അവസാനം പറഞ്ഞ്
ഏതെങ്കിലും നിനക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാൽ എന്റെ വീടും പറമ്പും വിറ്റിട്ടെങ്കിലും ഹജ്ജിന് വരും ഞാൻ. കാരണം എനിക്ക് പിന്നെ ദുൽഹജ്ജ് മാസത്തിൽ മക്കയിലും മദീനയിലും അല്ലാതെ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് എന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഉസ്താദ് പറഞ്ഞപ്പോൾ അത് വളരെ സത്യമാണ്. സ്ഥിരമായി പോകുന്ന ആളുകൾ പോകാതിരുന്നാലുള്ള പ്രയാസം വല്ലാത്ത പ്രയാസം. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിളിയാതെ കേട്ട ആളുകൾക്കാണ് പോകാൻ കഴിയുക എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം, അതിന്റെ ചുരുക്കമാണ്. ഇപ്രാവശ്യം ഞങ്ങളിൽ ചില ആളുകൾക്ക് വിളി എത്തിയിട്ടുണ്ടാവില്ല, അങ്ങനെ അത്രയും നമുക്ക് കണക്കാക്കാം. ഇപ്രാവശ്യം അൽഹംദുലില്ലാഹ് നിങ്ങൾക്കൊക്കെ ആ ഭാഗ്യം ലഭിച്ചു. അല്ലാഹു പരിപൂർണമായ ആരോഗ്യത്തോടുകൂടെ റാഹത്തോടുകൂടെ ആ അമലുകളൊക്കെ ചെയ്ത് ഞങ്ങളുടെ ഇതുവരെയുള്ള അനുഭവം അല്ലുസ്താദിൽ പോകുന്ന ഒരാളും തന്നെ ഞങ്ങളോട് മോശമായി എന്ന് ഇതുവരെ ഞാനൊരു എണ്ണം പറയുന്നില്ല, അത്ര പ്രാവശ്യം ഞാൻ പോയി. ഒരുപാട് തവണ അൽഹംദുലില്ലാഹ് ഞാൻ പോയി എനിക്ക് ആ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്റെ ഓർമ്മയോടും കൂടെ ഇന്ന് വരെ നിങ്ങളെ കൂടെ പോകുന്നത് കൊണ്ട് മോശമായി ഏതെങ്കിലും ഒരു കാര്യത്തിൽ മോശമായി എന്ന് ഹക്കും ഇന്ന് വരെ ഒരാൾ പറഞ്ഞു. ഞങ്ങളുടെ കൂടെ വന്ന ദീർഘകാലം പല പ്രാവശ്യം വന്ന ആളുകളാണ് ഈ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട എറണാകുളത്തെ മൊമാലിക്കും അതുപോലെ തന്നെ മുമ്പേ സഹോദരന്മാരും ഭാര്യ മുമ്പേ കുടുംബത്തിൽ അനേകം ആളുകൾ ഈ ഇരിക്കുന്നതിൽ തന്നെ പോയ ആളുകൾക്ക് ഞങ്ങളുടെ കൂടെ. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളും നമ്മളും ദുആ ചെയ്യേണ്ടത് നല്ല റാഹത്തോടെ സന്തോഷത്തോടെ തിരിച്ചു വന്ന് അൽഹംദുലില്ലാഹ് ഞങ്ങൾക്കൊരു പ്രയാസം ഉണ്ടായിട്ടില്ലട്ടോ എന്ന് പറയുന്ന ഒരവസ്ഥ അല്ലാഹു നമുക്ക് ഉണ്ടാക്കി തരട്ടെ. റഹ്മാനായ റബ്ബ് നമുക്ക് ഉണ്ടാക്കി തരട്ടെ. അപ്പോ ഇപ്രാവശ്യം അതേപോലെ തന്നെ ഉസ്താദിനോട് ഞാൻ ചോദിച്ചപ്പോ അൽഹംദുലില്ലാഹ് നമ്മുടെ താമസ സ്ഥലം നിങ്ങളോട് ഔദ്യോഗികമായിട്ട് ഉസ്താദ് പറയും, പക്ഷെ എങ്കിലും കൂടി ആ സന്തോഷം പങ്കുവെക്കുക. വളരെ അടുത്താണ് താമസം എന്നറിഞ്ഞു. മക്കൾക്കും മദീനക്കും ഒക്കെ തന്നെ വളരെ അടുത്താണ് താമസം. ഭക്ഷണം അൽഹംദുലില്ലാഹ് സാധാരണയിൽ പിന്നെ ബഹുമാനപ്പെട്ട മാങ്ങോട്ടേക്കാളുടെ ഭക്ഷണമാണ് ഫുഡാണ് ഉണ്ടാകാറുള്ളത്. ഇപ്രാവശ്യം ലത്തീഫാജിയുടെ ഫുഡാണ്. ഫുഡും താമസവും മറ്റുള്ളതൊക്കെ അൽഹംദുലില്ലാഹ് വളരെ സന്തോഷത്തിലാണ് എന്ന് ഉസ്താദിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു. ഉസ്താദ് പറയുന്നതിന് മുമ്പ് ഞാൻ ആ സന്തോഷത്തെ പുറത്താക്കിയിട്ടുള്ളൂ. അപ്പൊ എന്തായാലും അൽഹംദുലില്ലാഹ് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിച്ചതിലും റാഹത്തിൽ അല്ലാഹു ആക്കി തരുമാറാവട്ടെ. ആരോഗ്യത്തോടുകൂടെ നല്ല ആരോഗ്യത്തോടുകൂടെ നല്ല മനസ്സോടുകൂടെ ആ അമലുകളൊക്കെ ചെയ്ത് തിരിച്ചു പോരാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇവിടെ സൂചിപ്പിച്ചല്ലോ ബഹുമാനപ്പെട്ട ബഷീർ ഉസ്താദ് പറഞ്ഞത് മദീന കൊണ്ട് തുടങ്ങാൻ ഹജ്ജിന്റെ പ്രധാനമായ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു. ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ നമ്മൾ ഇൻഷാ അല്ലാഹ് വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോ എന്തൊക്കെ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് പുറപ്പെടേണ്ടത്, എങ്ങനെയാണ് യാത്ര ചെയ്യേണ്ടത്, എങ്ങനെയാണ് എയർപോർട്ടിലേക്ക് എത്തേണ്ടത്, എയർപോർട്ടിൽ എത്തിയാൽ എന്തൊക്കെ ചെയ്യാനുള്ളത്, എന്നൊക്കെ ബഹുമാനപ്പെട്ട മക്കയിൽ ജിദ്ദയിൽ ചെന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ എങ്ങനെ പോകണം, മക്കയിൽ ചെന്നാൽ ആദ്യമായി നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ തുടങ്ങി 1, 2, 3 ഘട്ടമായി ഇൻഷാ അല്ലാഹ് ഇവിടെ വിശദീകരിക്കപ്പെടുന്നുണ്ട്. ഇതിനൊക്കെ പുറമെയായി നമ്മൾ ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അമലുകൾ അതിന് ഒന്നുകൂടെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ക്ലാസ് ഇൻഷാ അല്ലാഹ് മക്കയിൽ നിന്നാണ് മിക്കവാറും നമുക്ക് മദീനയിൽ നിന്ന് മക്കയിൽ നിന്നൊക്കെ കിട്ടും. അപ്പൊ അങ്ങനെയുള്ള ആ റൂട്ട് വളരെ കൃത്യമായി ഇൻഷാ അല്ലാഹ് ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അതിന് മുന്നോടിയായി ഒരു മദീനയെ കുറിച്ചൊരു ചെറിയ ഒരു ക്ലാസ് ആണ് ഈ സന്ദർഭത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാവരും നമ്മുടെ എല്ലാം ഒരർത്ഥത്തിൽ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉമ്മയേക്കാൾ ബാപ്പയേക്കാൾ ഭാര്യയേക്കാൾ മക്കളേക്കാൾ ഭർത്താവിനേക്കാൾ എല്ലാം ഈ ലോകത്തുള്ള എല്ലാവരിനേക്കാളും ഉപരി ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്നേഹം ഉണ്ടാകണം.
അപ്പോഴേ അവൻ യഥാർത്ഥ വിശ്വാസിയാകുന്നുള്ളൂ, മുഅ്മിനാകുന്നുള്ളൂ. ഇത് നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ള അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. ലാ യുമിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ മാതാവിനേക്കാൾ, പിതാവിനേക്കാൾ, മക്കളെക്കാൾ, മറ്റു ജനങ്ങളെക്കാൾ എപ്പോഴാണോ നിങ്ങൾക്ക് എന്നോട് ഹുബ്ബുണ്ടാകുന്നത് അപ്പോഴേ നിങ്ങൾ വിശ്വാസിയാവുകയുള്ളൂ. ലാ യുമിനു അഹദുകും, നിങ്ങളിൽ ആരും വിശ്വാസിയാവുകയില്ല. അങ്ങനത്തെ ഒരു സ്നേഹം, അങ്ങനത്തെ ഒരു ഹുബ്ബ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉണ്ടാക്കിയെടുക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇപ്പോ നമുക്ക് അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ അറിവില്ല. അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് നമുക്ക് യഥാർത്ഥത്തിൽ അറിവില്ല. വളരെ പരിമിതമായ കാര്യങ്ങളെ നമുക്കറിയുള്ളൂ. അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് വളരെ ചെറിയ കാര്യങ്ങളെ നമുക്കറിയുള്ളൂ. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് മക്കത്താണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മാന്റെ പേര് ആമിന, ബാപ്പാന്റെ പേര് അബ്ദുള്ള, ജനിച്ചത് മക്കത്ത്, വഫാത്തായത് മദീനത്ത്. 40 വയസ്സിൽ ബഹുമത്ത് കിട്ടി. ഓരോരുത്തർ ചില കാര്യങ്ങൾ മാത്രമേ നമുക്കറിയുള്ളൂ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമുക്ക് ഇത്രമാത്രം പറഞ്ഞാൽ മതിയോ? അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് നമ്മൾ എത്രമാത്രം അറിയണം. കാരണം ഉമ്മയെക്കാളും മക്കളെക്കാൾ ലോകത്തുള്ള മറ്റെന്തിനേക്കാളും ഉപരി സ്നേഹിക്കേണ്ട ഹബീബായ നബിയെ കുറിച്ച് പരിമിതമായ ഈ അറിവ് മതിയോ? നമുക്ക് യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ അറിയില്ല. 3 വിധത്തിലെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. ഒന്ന്, അല്ലാഹുവിന്റെ റസൂലിനെ ഈ ലോകത്ത് അല്ലാഹു നൽകിയ പദവി, സ്ഥാനം. അല്ലാഹുവിന്റെ റസൂലിന്റെ പദവി എന്താ? സാധാരണ മനുഷ്യന്മാരുമായി താരതമ്യം ചെയ്യാൻ ഒരിക്കലും പാടില്ലാത്ത വിധം അത്യുന്നതമായ പദവിയിലാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. فَالنَّبِيِّينَ فِي خَلْقٍ وَفِي خُلُقٍ وَلَمْ يُدَانُوا بِعِلْمٍ وَلَا كَرَمٍ. 1.4 ലക്ഷത്തോളം വരുന്ന അംബിയ മുർസലീങ്ങളിൽ നിന്ന് വ്യത്യസ്തരാണ്, മേലെയായവരാണ്, ഫൗഖിലാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. സൃഷ്ടിയിലും സ്വഭാവത്തിലും ഇൽമിലും കറമിലും ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ചിന്തകരാണ്. മനുഷ്യന്മാരെ പോലെയല്ലെന്ന് മാത്രമല്ല, വലം യുദാനൂഹു ബിഇൽമിൻ വലാ കറമി. 1.4 ലക്ഷത്തോളം വരുന്ന അംബിയ മുർസലീങ്ങൾ ആരും തന്നെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അടുത്തിട്ട് പോലുമില്ല.